നമസ്കാരം. ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ ദൃശ്യമാണ് നമ്മൾ ആദ്യത്തേതിൽ കാണുന്നത് കേട്ടോ. ഇതിൽ പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് ഡെങ്കിപ്പനി എന്നും മഞ്ഞപ്പിത്തം കൊടുത്തിട്ടുണ്ട്. പകരാത്ത രോഗങ്ങളാണ് പ്രമേഹവും ക്യാൻസറും. ഇനി എന്താണ് പകർച്ചവ്യാധികൾ? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ ബാധിക്കുകയും വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ ആണ് എന്തു പറയുന്നത്? മഹാമാരികൾ. കോവിഡ്-19, പ്ലേഗ്, വസൂരി ഒക്കെ വരുന്നുണ്ട്. രോഗകാരികൾ ആരൊക്കെയാണ്? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ്, ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം. ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തെല്ലാം ഉപകാരികളായ അനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനും അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഇനി ഫംഗസുകളുടെ ലോകം. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫംഗസുകളുടെ പേര് പറയുന്നുണ്ട്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയൊക്കെ. ഫംഗസുകൾ എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടിപ്പൂപ്പൽ, ഡ്രസ്സിലുള്ള കരിമ്പന, ഇതൊക്കെ എന്താണ് ഫംഗസ് കാരണമാണ് ഉണ്ടാകുന്നത്. നമുക്ക് കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒട്ടനവധി ഫംഗസുകളുണ്ട്. ഇനി രോഗങ്ങൾ പകരുന്ന വഴികളാണ്. പലതരത്തിൽ നമുക്ക് രോഗങ്ങൾ പകരാറുണ്ട്. അതിൽ രോഗവാഹകരല്ലാതെയും രോഗവാഹകർ വഴിയും നമുക്ക് പകരാം. രോഗവാഹകരിൽ നിന്നല്ലാതെ വരുന്നതാണ് മണ്ണിലൂടെയും വായുവിലൂടെയും. മണ്ണിലൂടെ വരുന്നതാണ് ഈ വിരശല്യം, ടെറ്റനസ് ഒക്കെ. വായുവിലൂടെ വരുന്ന രോഗങ്ങളാണ് ക്ഷയം. ഇനി രോഗാണുവാഹകരല്ലാത്തവരുമുണ്ട്. അതായത് രോഗാണുവാഹകരായിട്ടുള്ളവരുമുണ്ട്. അതായത് നമുക്ക് പറയാം എലി, കൊതുകൊക്കെ. കൊതുകിൽ നിന്നല്ലേ ഡെങ്കിപ്പനി വരുന്നത്, എലിയിൽ നിന്നല്ലേ എലിപ്പനി കാര്യങ്ങൾ. മനുഷ്യരിൽ നിന്നും പകരുന്നുണ്ട്. കുഷ്ഠമൊക്കെ ഉദാഹരണമാണ്. ഇനി അതുപോലെ നമ്മുടെ പരിസരം മലിനമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈച്ച, കൊതുക്, എലി, ഇതൊക്കെ പെരുകുമല്ലോ. അതിനെക്കുറിച്ചാണ് അടുത്ത ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗത്ത് പറയുന്നത്. അതുപോലെ കൊതുകിനെ നിയന്ത്രിക്കാവുന്ന കുറേ